GV ഹരി, ഇത് ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ വിജയമാണ്. അവരാണ് ഈ സമരം സംഘടിപ്പിച്ചത്, അവരാണ് ആളെ കൂട്ടിയത് ഓൺലൈനിലൂടെ. അവർക്ക് പിന്തുണയുമായാണ് 10,000-കണക്കിന് യുവാക്കൾ ജന്തർ മന്ദറിലേക്ക് എത്തിയത്. പക്ഷേ ഇത് പ്രതിപക്ഷ പാർട്ടികൾ ഞങ്ങളുടെ ക്രെഡിറ്റ് ആയിട്ടും അവകാശപ്പെടുമല്ലോ. കാരണം അവിടെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി MP-മാരെയും കൂട്ടി പ്രധാനമന്ത്രിയുടെ വീടിന് മുന്നിൽ പോയി കുത്തിയിരുന്നു. അത് കോൺഗ്രസ് ആദ്യമായി ആ സമരത്തിലേക്ക് വരുന്നതാണ് കണ്ടത്. ജന്തർ മന്ദറിലേക്ക് പോയില്ല. CPM ഇടതു പാർട്ടികളാകട്ടെ, അവർ ജന്തർ മന്ദറിലേക്കും പോയി അവിടെ സമരത്തിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. പക്ഷേ അതൊക്കെ വൈകിയായിരുന്നു. ഇവരെ അസംഘടിത അരാഷ്ട്രീയ കൂട്ടായ്മയെന്നായിരുന്നു നിങ്ങളൊക്കെ ആദ്യം വിശേഷിപ്പിച്ചിരുന്നത്. BJP ആണ് സ്പോൺസർ ചെയ്യുന്നതെന്ന് പോലും കോൺഗ്രസ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് പ്രതിപക്ഷ പാർട്ടികളുടെ വിജയമല്ല, ഇത് ആ യുവാക്കളുടെ വിജയമാണ്. നമുക്ക് രാജ്യത്തെ ചെറുപ്പക്കാരുടെ വിജയത്തെ ഞങ്ങൾ കുറച്ച് കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഞങ്ങൾ അത്തരത്തിലൊരു അവകാശവാദത്തിലേക്ക് പോയിട്ടില്ല. മറിച്ച് അവർ മുന്നോട്ട് വെച്ച കാര്യങ്ങൾ ഒരു പ്രതിസന്ധി ഘട്ടത്തിലേക്ക് വരുമ്പോൾ അവരുടെ പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ അവർക്ക് അതിനകത്തൊരു തടസ്സം അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ട് പോകാനൊരു തടസ്സമുണ്ട് എന്ന് തോന്നൽ വന്നപ്പോഴാണ് അതിൽ ശരികളുണ്ട്, അവർ മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ ന്യായമാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടിയും പ്രതിപക്ഷ നേതാവും ഈ കാര്യത്തിൽ അങ്ങേയറ്റം ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. താങ്കൾ തന്നെ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയുടെ വീടിൻ്റെ മുമ്പിൽ പോയി സമരം ചെയ്യുക എന്ന് പറയുന്നത് അത് എത്ര വലിയ കുറ്റമാണ്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന പോലെ അവിടെ വളരെ സുരക്ഷിതമായിട്ടുള്ളൊരു ഏരിയയാണ്. ആ ഏരിയയിലേക്ക് മറ്റ് ആളുകളെ ഒന്നും കടത്തിവിടാത്തൊരു പ്രദേശത്തേക്ക് നമ്മൾ പോയതിൻ്റെ കാരണം ഇവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ശരിയാണെന്ന ഉത്തമ ബോധ്യമുണ്ടായതും അവരുടെ സമരത്തെ ഇല്ലാതാക്കാൻ സർക്കാർ ശ്രമിക്കുന്നു എന്നൊരു തോന്നൽ ഞങ്ങൾക്ക് വന്നപ്പോഴാണ്. അതുകൊണ്ടാണ് അവരൊരു CJP എന്ന് പറയുന്ന ഒരു പാർട്ടി രൂപീകരിച്ച് അവരൊരു സമരവുമായി പോകുമ്പോൾ അതിനകത്ത് പോയി ചെന്ന് ഇടപെടേണ്ട കാര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളിതിൽ ഇപ്പോൾ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇന്ന് ഇപ്പോൾ ഞാൻ ഷെയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. 2018 ശ്രീ രാഹുൽ ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തെ ചോദ്യപേപ്പർ ലീക്കുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഒരു എക്സിൽ അദ്ദേഹം കൊടുത്തിട്ടുള്ള ഒരു ഇത് കണ്ടിട്ടുണ്ട്. ഞാൻ നോക്കാം അത്. അപ്പം ഞങ്ങൾ ഈ വിഷയം വന്നതിന് ശേഷം അല്ലെങ്കിൽ CJP ഈ വിഷയത്തെ വളരെ ശക്തമായി ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളിത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു സമീപനം താങ്കൾക്ക് അറിയാവുന്നതുപോലെ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രൊട്ടസ്റ്റുകളാണ് കോൺഗ്രസ് എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല, ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും ഞങ്ങളൊരു ജനാധിപത്യപരമായ പ്രതിഫലനവും ഉണ്ടായില്ല കേട്ടോ. അല്ല, ഞാൻ ചോദിക്കട്ടെ, അത്